ബന്ധുവായ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കി. യുവാവ് ലക്ഷ്യമിട്ടത് ഒന്നിലേറെ കൊലപാതകങ്ങൾ. മൃതദേഹം സെല്ലോ ടേപ്പ് ചുറ്റിയ നിലയിൽ. യുവാവ് സ്ഥിരം പ്രശ്നക്കാരനെന്നും ബന്ധുക്കൾ. കോഴിക്കോട് ചെലവൂരിലായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. 16 വയസ്സ് മാത്രം പ്രായമുള്ള സഹോദരി എന്ന് വിളിക്കാവുന്ന ബന്ധുവിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആ യുവാവ് ആത്മഹത്യ ചെയ്തു. മുഴിക്കൽ സ്വദേശിനിയായിട്ടുള്ള നസ്രീനെയാണ് കൊല്ലപ്പെട്ടത്. ഈ പെൺകുട്ടിയുടെ ബന്ധുവായിട്ടുള്ള അദ്നാൻ എന്ന യുവാവാണ് നസ്രീനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്നത്. ആ കൊലപാതകത്തിന് ശേഷം അദ്നാൻ സ്വയം ജീവനൊടുക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. പക്ഷേ അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ അതിൽ ഒരു ക്ലാരിറ്റി കിട്ടുകയുള്ളൂ എന്നാണ് പോലീസിന്റെ ഭാഷ്യം. മുഴിക്കൽ പൂതൻകുഴിയിൽ റംസീനയുടെയും സഹോദരി ഹസീനയുടെയും മക്കളാണ് ഈ മരിച്ച നസ്രീനയും അദ്നാനും. നിസാർ റംസീന ദമ്പതികളുടെ മകളാണ് നസ്രീന. അഷ്റഫ് ഹസീന ദമ്പതികളുടെ മകനാണ് മരിച്ച അദ്നാനും. പൊന്നാനിയിലാണ് അദ്നാന്റെ വീട്. എന്നാൽ അതിന്റെ ഉപ്പുപ്പ ഹംസയ്ക്കും ഉമ്മുമ്മ സഫിയയ്ക്കും ഒപ്പം മുഴിക്കലിലെ തറവാട്ട് വീട്ടിലായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ നസ്രീനയും അദ്നാനും താമസിച്ചിരുന്നത്. ചില പ്രശ്നങ്ങളുണ്ടായി. അതേ തുടർന്ന് അദ്നാൻ കുറച്ച് നാളുകൾ മുമ്പ് ഈ വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി. ഈ സംഭവ ദിവസം തറവാട് വീടിന്റെ ഒരു കള്ളത്താക്കോൽ ഉപയോഗിച്ചാണ് അവൻ ആ വീടിനുള്ളിൽ കടന്നതെന്നാണ് കരുതുന്നത്. അതിനുശേഷം നസ്രീനെ കൊലപ്പെടുത്തി. ആത്മഹത്യ ചെയ്തു കൊലപാതകത്തിന് ശേഷം. ഈ യുവാവ് സ്ഥിരം ഒരു പ്രശ്നക്കാരനാണെന്നാണ് ബന്ധുക്കളൊക്കെ നൽകുന്ന വിവരം. വീട്ടിൽ നിന്ന് പണം മോഷ്ടിച്ചെടുക്കുന്ന പ്രവണത പലവട്ടം കാണിച്ചിട്ടുണ്ട്. മറ്റു ദുർനടപ്പുകളും. ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് അദ്നാനെ ആ തറവാട്ട് വീട്ടിൽ നിന്നും പുറത്താക്കിയത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. നസ്രീനെയാണ് ഈ അദ്നാനാണ് മോഷണങ്ങളൊക്കെ നടത്തുന്നത് എന്നുള്ള വിവരം വീട്ടിൽ അറിയിക്കുന്നതും ബോധ്യപ്പെടുത്തുന്നതും. അങ്ങനെയാണ് അവളോട് അവന് വൈരാഗ്യമാവുന്നത്. ഇതിനുശേഷമാണ് അദ്നാന് ആ തറവാട്ട് വീട്ടിലേക്ക് കയറാനുള്ള വിലക്ക് നേരിടുന്നതും. അങ്ങനെ 6 മാസം മുമ്പ് കൊളത്തറയിലെ ഒരു വീട്ടിലേക്ക് അവൻ താമസം മാറി. ഈ സംഭവത്തിന്റെ വൈരാഗ്യത്തിൽ അദ്നാൻ ഈ കുറ്റകൃത്യത്തിലേക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് സംശയം. കൊളത്തറയിൽ നിന്നും ഈ മുഴിക്കലിലെത്തി തറവാട് വീട് കള്ളത്താക്കോലിട്ട് തുറന്ന് അദ്നാൻ കുറ്റകൃത്യം നടത്തുകയായിരുന്നു. രാവിലെ 5:30 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ ആ മരണപ്പെട്ട നസ്രീന, ഉമ്മ റംസീന, ഉമ്മുമ്മ സഫിയ എന്നിവരാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. വീട് തുറന്ന് അകത്ത് കയറിയ അദ്നാൻ ആദ്യം ആക്രമിച്ചത് നസ്രീനയാണ്. പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഉമ്മുമ്മയും കൊല്ലാൻ ശ്രമിച്ചു. ഉമ്മുമ്മയുടെ ബഹളം കേട്ടാണ് മറ്റു ബന്ധുക്കളൊക്കെ ഓടിക്കൂടുന്നത്. ആള് കൂടിയതോടെ ആ വെപ്രാളത്തിൽ അടുത്തുള്ള ഒരു മുറിയിലേക്ക് അദ്നാൻ ഓടിക്കയറി. ബന്ധുക്കൾ അവനെ ആ മുറിയിൽ പൂട്ടിയിട്ടു. അതിനുശേഷം നസ്രീനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള തിരക്കിലായിരുന്നു അവർ. അങ്ങനെ ആശുപത്രിയിൽ പോയി. അപ്പോഴേക്കും അവളുടെ മരണം സംഭവിച്ചിരുന്നു. തിരികെ എത്തി നോക്കുമ്പോഴാണ് ഈ അദ്നാനെയും മരിച്ച നിലയിൽ ആ മുറിയിൽ കണ്ടെത്തുന്നത് എന്നാണ് വീട്ടുകാർ പോലീസിനോട് പറഞ്ഞത്. എന്തായാലും സംഭവത്തിൽ പോലീസ് അന്വേഷണം പൂർത്തിയാക്കാൻ ഇനിയും സമയമെടുക്കും. കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരാനുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചത്. പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴൊന്നും പറയാറായിട്ടില്ല. അതെ, ഇപ്പം പ്രിലിമിനറി ആയിട്ട് അതാണ് ഞങ്ങളുടെ ഫൈൻഡ് ചെയ്യുക. ഇനി ബാക്കി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് അല്ല, അത് ഇപ്പോഴേ പറയാറായിട്ടില്ല. അത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലും പറയാൻ പറ്റും. അപ്പൊ അത് പോസിബിൾ സൂയിസൈഡ് ആണ്. പക്ഷെ നമുക്ക് കൺഫേംഡ് ആയിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് പക്ഷേ നാട്ടുകാരിൽ ചിലർ പറയുന്നുണ്ട്. അതിന് കാരണമായി അവർ പറയുന്നത് ഈ അദ്നാൻ ആ മുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുമ്പോൾ അവന്റെ വായും ശരീരവും സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ച നിലയിലായിരുന്നു. അദ്നാന്റെ പിതാവ് അഷ്റഫ് കണ്ണൂരിലാണ് ജോലി ചെയ്യുന്നത്. നസ്രീനയുടെ പിതാവ് നിസാർ വിദേശത്തും. എന്താണെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഇതുവരെയും ഒന്നും ഉണ്ടായിട്ടില്ല. രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വന്നാൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ.
റിപ്പോർട്ടുകൾ പുറത്തു വന്നാൽ മാത്രം കൂടുതൽ സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് പോലീസിന്റെ പ്രതീക്ഷ. ഇന്നലെ വൈകിട്ട് കൂട്ടുകാരുടെ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് അദ്നാൻ അവൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. രാത്രി 7:30 കൂടിയാണ് ആ വീടിനുള്ളിലേക്ക് അയാൾ കയറിയതും വീടിന് മുൻവശത്ത് വിഷുവാഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്ന വീട്ടുകാരുടെ കണ്ണ് വെട്ടിച്ചാണ് അകത്ത് കയറിയതെന്നാണ് പറയുന്നത്. അതിനു മുമ്പ് ഇയാൾ അടുക്കള ഭാഗത്ത് CCTV ക്യാമറ ഉണ്ടായിരുന്നു. ആ CCTV ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിയാതിരിക്കാൻ അത് തിരിച്ചു വെക്കുന്നുണ്ട്. അവിടെയും ഒരു ക്ലിപ്പിൽ അദ്നാന്റെ മുഖം കാണാം. പെൺകുട്ടിയുടെ മുറിയിൽ കയറി പറ്റിയ അദ്നാൻ അങ്ങനെയാണ് കൊലപാതകം നടത്തിയത് എന്ന് കരുതുന്നു. ഷാൾ കഴുത്തിൽ മുറുക്കിയാണ് നസ്രീനെ കൊന്നത് എന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്താണ് ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.